നടൻ വിജയ് സിനിമാ കരിയറിന് അവസാനമിട്ടിരിക്കുകയാണ്. ഇനി 2 ചിത്രങ്ങളിൽ മാത്രമേ വിജയിനെ കാണാനാവൂ. വിജയുടെ കരിയറിലെ 68ാമത്തെ ചിത്രമാണ് ഇനി വരാനുള്ളത്. വെങ്കട് പ്രഭു സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിന് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നാണ് പേരിട്ടിരിക്കുന്നത്. ആരാധകർ വളരെ വേദനയോടെയാണ് വിജയ് അഭിനയം ഉപേക്ഷിക്കുന്നതിനായുള്ള വാർത്തയിൽ പ്രതികരിക്കുന്നത്. കരിയറിലെ 69ാമത് ചിത്രമായിരിക്കും വിജയ് അവസാനമായി അഭിനയിക്കുന്ന ചിത്രം. ഈ ചിത്രത്തെക്കുറിച്ച് വലിയ അഭ്യൂഹങ്ങൾ വരുന്നുണ്ട്. വിജയുടെ രാഷ്ട്രീയം എല്ലാം ചേർന്ന ചിത്രമായിരിക്കും ഇതെന്നാണ് സൂചന. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതേസമയം വിജയ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടെന്ന് വിജയ് നേരത്തെ തീരുമാനിക്കുകയായിരുന്നു. ആരാധകർ വിജയുടെ അവസാനത്തെ 2 റിലീസുകൾ എന്തായാലും ആഘോഷമാക്കും. വെങ്കട് പ്രഭു ചിത്രം അദ്ദേഹത്തിന്റെ കരിയർ ബെസ്റ്റായി മാറുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ മുഴുവൻ ആരാധകരും. വിജയുടെ കരിയറിലെ അവസാന ചിത്രത്തെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ഇതോടെ ശക്തമാവുകയാണ്. വിജയുടെ കരിയറിലെ ഏറ്റവും ചിലവേറിയ ചിത്രമായി 69ാമത് ചിത്രം മാറുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തൽ. RRR സിനിമയുടെ നിർമ്മാതാക്കളാണ് ചിത്രം നിർമ്മിക്കുന്നതും എന്നും സൂചനകളുണ്ട്. DVV ദാനയ്യയുമായി ഒരു ചിത്രം ചെയ്യാമെന്ന് നേരത്തെ തന്നെ വിജയ് തീരുമാനിച്ചതാണ്. തമിഴ് സിനിമയിലെ മുൻനിര സംവിധായകൻ തന്നെ ചിത്രം സംവിധാനം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. വെട്രിമാരന്റെ പേരാണ് ഇപ്പോൾ ചിത്രത്തിനായി പറഞ്ഞു കേൾക്കുന്നത്. സമൂഹത്തിൽ പുരോഗതിയുടെ അടക്കം കാര്യത്തിൽ പിന്നിൽ നിൽക്കുന്നവരെ കുറിച്ചാണ് വെട്രിമാരൻ സാധാരണയായി സിനിമകൾ ചെയ്യാറുള്ളത്. അതെല്ലാം വമ്പൻ ഹിറ്റായി മാറാറുണ്ട്. അസുരൻ, വിടുതலை, വിസാരണை, ആടുകളം, വടച്ചെന്നൈ പോലുള്ള വെട്രിമാരൻ സിനിമകൾ അന്താരാഷ്ട്ര തലത്തിൽ പോലും ചർച്ചയായിട്ടുണ്ടായിരുന്നു. ബോക്സ് ഓഫീസ് വിജയവും ചിത്രങ്ങൾ നേടിയിരുന്നു. അതാണ് വിജയ് വെട്രിമാരനെ തന്നെ പരിഗണിക്കാൻ കാരണം എന്നാണ് റിപ്പോർട്ടുകൾ. സൂര്യയുടെ വാടിവാസലാണ് വെട്രിമാരൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത്രം. വിടുതലയുടെ 2ാം ഭാഗവും വരാനുണ്ട്. അതേസമയം അവസാന 2 ചിത്രങ്ങൾക്കായി വൻ പ്രതിഫലവും വിജയ് വാങ്ങുന്നുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്. വെട്രിമാരനുമൊത്തുള്ള ചിത്രം 250 കോടി ബജറ്റിലായിരിക്കും വരികയെന്നും അഭ്യൂഹങ്ങളുണ്ട്. എന്നാൽ നിർമ്മാതാക്കൾ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. സംവിധായകനെയോ നടനെയോ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. 200 കോടിയാണ് വിജയ് ഈ ചിത്രത്തിനായി വാങ്ങുന്ന പ്രതിഫലം എന്നാണ് റിപ്പോർട്ടുകൾ. ഇളയ ദളപതിയുടെ കരിയറിലെ ഉയർന്ന പ്രതിഫലമായിരിക്കും ഇത്. വാരിസിനായി വിജയ്ക്ക് 120 കോടിയായിരുന്നു പ്രതിഫലം. വെങ്കട് പ്രഭുവിന്റെ ഗോട്ടിനായി 150 കോടി വിജയ് പ്രതിഫലം വാങ്ങിയിട്ടുണ്ട്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.